ബീട്രൂട്ട് ലിപ് ബാം 8 hours ഹൈഡ്രേഷൻ. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ കവർ ഇട്ടുകൊണ്ട് നടക്കുന്നതല്ല. കാരണം ഇത് ഞാൻ ഈ കവർ ഇല്ലാതെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഫ്രണ്ട്ലി ആയിട്ടൊക്കെയാണ് സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഊരി പോകും. ഇനി ഞാൻ എന്തെങ്കിലും ടെക്നിക്ക് യൂസ് ചെയ്യണോ ഇതിനെ അടച്ചു വെക്കാനൊന്നും എനിക്കറിയില്ല. പ്രിസർവേറ്റീവ്സ് ഇല്ല, ഫ്ലേവറൊന്നും ഇല്ല, പ്രത്യേകിച്ച് ഫ്രേഗ്രൻസും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു വൃത്തികെട്ട നാറ്റമുണ്ട്. നാറ്റം ഇൻ ദ സെൻസ് ബീട്രൂട്ട് അവിഞ്ഞതിൻ്റെ ഒരു നാറ്റം പോലെയുണ്ട്. പക്ഷേ സാധനം അടിപൊളിയാണ്. ഇപ്പം ഞാൻ ലിപ്സിൽ ഇട്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേസമയം പിഗ്മെന്റേഷൻ ഇല്ല. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇതൊരു 2 weeksന് മേളിലായി, 2 weeks 3 weeksന് മേളിലായി ഉപയോഗിക്കുന്നു. എനിക്ക് പിഗ്മെന്റേഷൻ നല്ല കുറവുണ്ട്. ലിപ്സ് ഡ്രൈ ആവുന്നില്ല, അതുപോലെ വേറെ ഇറിറ്റേഷൻസ് ഒന്നും ഇല്ല. എപ്പം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നമ്മുടെ വായിക്കകത്ത് പോയാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിനകത്ത് അവർ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നതും ഈ പറഞ്ഞ ബീസ് വാക്സും ബീട്രൂട്ടും പിന്നെന്താ എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഈ ലെഡിന്റെ അംശമൊക്കെ ഒരുപാടുണ്ട് ലിപ്സ്റ്റിക്കുകളിൽ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. ഈവൻ എൻ്റെ ഒരു ഫ്രണ്ടും എനിക്ക് ഇത് അയച്ചു തന്നിട്ട് ലിപ്സ്റ്റിക് ഒന്ന് കുറച്ച് യൂസ് ചെയ്യും. അത് പലരും എന്നോട് പറഞ്ഞു. നോട്ട് ദാറ്റ് അവർക്ക് ഞാനത് ഇടുന്ന ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആ ഒരു കെയർ കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ അതിനെ അങ്ങനെ എടുത്തിട്ടുള്ളൂ. ഇതിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ബീട്രൂട്ട് എക്സ്ട്രാക്ട് ഉണ്ട്, പിന്നെ ആൽമണ്ട് ഓയിൽ, അവക്കാഡോ ഓയിൽ, ഓയിൽ, ഷിയ ബട്ടർ, ബീസ് വാക്സ്. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. വളരെയധികം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമാണ്. അത്യാവശ്യം ഇതിനകത്ത് പെട്രോളിയം ജെല്ലിയോ പാരബൻസോ സിന്തറ്റിക് കളറോ മിനറൽ ഓയിലോ ഇതൊന്നുമില്ല. ഇതിന്റെ പ്രൈസ് ഏതാണ്ട് ഒരു 350 or സംതിങ് ആയിരുന്നു. ദേഗയുടെ പ്രോഡക്റ്റ് ഞാൻ ആദ്യമായിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഇതിന് മുമ്പേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് ആയിരുന്നു. അന്ന് ഞാൻ മറ്റേ ലിപ്പം ഡപ്പയ്യാതെ യൂസ് ചെയ്തത്. അപ്പം എനിക്ക് അതൊരു മെനക്കേടായിരുന്നു. കൈ കൊണ്ട് ഇതെടുത്ത് തൂക്കണം, പിന്നെ കയ്യിലേത് വേറെ എവിടെയെങ്കിലും കളയണം. അപ്പം അങ്ങനെ ഞാനത് എങ്ങനെയോ അത് സ്റ്റോപ്പായി പോയി. തന്നെയല്ല അതിന് പിഗ്മെന്റും കുറവായിരുന്നു. അപ്പോൾ എനിക്ക് ലിപ്സ്റ്റിക് ഇടുന്ന ആ ഒരു ഇഫക്റ്റ് അങ്ങോട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ അതൊന്ന് മാറ്റി വെച്ചില്ല. പക്ഷേ ഇതിപ്പം ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. ഞാൻ ഇനി എന്തായാലും കണ്ടിന്യൂസ് മേ ബി ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ബ്രാൻഡ് ഞാൻ സ്വിച്ച് ചെയ്യുവാണെങ്കിൽ ഐ വിൽ ലെറ്റ് യു നോ. ബേർഡ്സ് ബേസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ബ്രാൻഡിനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്.